പ്രഗ്നൻസി സമയത്തെ ഓരോ ദിവസവും അതിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. പുതിയ പുതിയ ചേഞ്ചസ് വരുന്നു, പുതിയ പുതിയ റിക്വയർമെൻറ്റ്സ് ബോഡിക്ക് ആവശ്യമുണ്ട്. അങ്ങനെയുള്ള ഓരോ മാസവും നമുക്ക് എടുക്കുകയാണെങ്കിൽ എല്ലാം വളരെയധികം വിശദമായി തന്നെ പറയേണ്ടതുണ്ട്. ഹലോ, ഞാൻ ഡോക്ടർ നാസർ, സീനിയർ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജി, ആസ്ട്രമിൻസ് കോഴിക്കോട്. പ്രഗ്നൻസി ആയതു മുതൽ ഉള്ള ഓരോ മാസവും നടക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്, ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് ഞാൻ ഈ ഒരു സീരീസിൽ കൂടി ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ മാസം, അതായത് ഫസ്റ്റ് 4 weeks ഓഫ് പ്രഗ്നൻസി എടുക്കാം. ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ ആകെ 40 weeks ആണ് പ്രഗ്നൻസിക്കുള്ളത്, അതായത് 280 days. ഈ എല്ലാ കാൽക്കുലേഷനും അവസാന മാസം വരെ വന്ന ആദ്യ ദിവസം മുതലാണ് കണക്കാക്കുന്നത്. അപ്പോൾ 4 weeks എന്ന് പറഞ്ഞാൽ അവസാന മാസം വരെ എന്നാണോ ഉണ്ടായത് ആ ദിവസം മുതലുള്ള 4 weeks. ശരിക്കും പറഞ്ഞാൽ ആ ഡേറ്റിനും 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് പ്രഗ്നൻസി അഥവാ ഗർഭധാരണം നടക്കുന്നത്. പക്ഷേ കാൽക്കുലേഷൻസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവസാന മാസം വരെ ആദ്യ ദിവസം മുതലാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു സമയത്ത് ഉണ്ടാവുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. പ്രഗ്നൻസിയുടെ ഓൺസെറ്റോട് കൂടി ഡേറ്റിനോടനുബന്ധിച്ച് പീരീഡ്സ് മിസ്സാവുകയാണുള്ള ആദ്യത്തെ ഒരു വാർണിംഗ് സിഗ്നൽ ഓർ സൈൻ. നമുക്കറിയാം, ആദ്യത്തെ ഈ ഓരോ മാസത്തിൽ ഒരുപാട് ഗ്രോത്തും ബേബിയുടെ ചേഞ്ചസൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് ഫോളിക് ആസിഡ് പറഞ്ഞ വൈറ്റമിൻ ധാരാളമായി ആവശ്യമുള്ള സമയമാണ്. പിന്നെ സ്മോക്കിംഗ് അതുപോലെ തന്നെയുള്ള അല്ലെങ്കിൽ അഡിഷൻസ് ഒക്കെ ഒഴിവാക്കേണ്ട സമയമാണ്. അപ്പോൾ ആദ്യത്തെ ഈ 4 weeks എന്തൊക്കെയാണ് ലക്ഷണങ്ങളെന്ന് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ പീരീഡ്സ് മിസ്സാകുന്നു, ബ്രസ്റ്റിൽ ഒക്കെ പെയിൻ വരുന്ന സമയമാണത്. അതുപോലെ തന്നെ ഭക്ഷണത്തിനോടുള്ള ഒരു വിരക്തി, ചില ഭക്ഷണങ്ങളോട് താല്പര്യം, ചില ഭക്ഷണങ്ങളോട് താല്പര്യക്കുറവ്, മൂഡ് സ്വിങ്സ്, ഓരോ നേരവും ചിലപ്പോൾ ദേഷ്യം പിടിക്കുക, ഡിപ്രഷൻ, സാഡ്നെസ് ഒക്കെ ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി, അത് ഗ്രോയിങ് യൂട്രസ്, അത് ബ്ലാഡറിന് മുകളിൽ കംപ്രഷൻ വരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ചിലർക്ക് നെഞ്ചരിച്ചിൽ കൂടുതലായിട്ട് കാണാം, തലകറക്കം, ഹെഡ് ഏക്ക്, ഇതൊക്കെ ഈ സമയത്ത് സാധാരണമാണ്. ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചസ് വരും നോക്കാം. ബ്രസ്റ്റിൻ്റെ സൈസ് ഹോർമോൺ എഫക്റ്റിൽ സൈസ് കൂടാൻ തുടങ്ങുന്നു. നിപ്പിൾ, അതിന് ചുറ്റുമുള്ള റൗണ്ടായിട്ടുള്ള ഏരിയകളെന്ന് പറയും, അതെല്ലാം കൂടുതൽ ഡാർക്കായി മാറുന്നു. ശരീരമാകെ ഒരു ചീർത്തമായിരുന്ന ഒരു ഫീലിംഗ്, ബ്ലോട്ടഡ് ഫീലിംഗ് ചിലപ്പോൾ ഉണ്ടാകാം. യോനി ഭാഗത്തു നിന്നുള്ള ഡിസ്ചാർജ്, വജൈനൽ ഡിസ്ചാർജ് കൂടുതലായിട്ട് വരാം. ഹെഡ് ഏക്ക്, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഈ സമയത്ത് വരുന്നു. അപ്പോൾ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഡേറ്റ് മിസ്സായിട്ട് 1-2 ദിവസത്തിനകം തന്നെ അത് പോസിറ്റീവായിട്ട് വരാറുണ്ട്. ഇനി അതോ ആ സമയത്ത് പോസിറ്റീവ് ആയിട്ടില്ലെങ്കിൽ, പീരീഡ്സ് ഇല്ലെങ്കിൽ, ഒരാഴ്ചയും കൂടി വെയിറ്റ് ചെയ്തതിന് ശേഷം പ്രഗ്നൻസി ടെസ്റ്റ് ഒന്നും കൂടി ചെയ്തു നോക്കാൻ നല്ലത്. അപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് അപ്പോയിൻമെൻറ്റ്, ഡോക്ടറായിട്ടുള്ള അപ്പോയിൻമെൻറ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫ്രണ്ട്സിനടുത്തും റിലേറ്റീവ്സിനടുത്തൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് യോജിച്ചുള്ള ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടെത്തുക. അതുകൂടാതെ ആ ഹോസ്പിറ്റലും സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കണം. ഹോസ്പിറ്റലിലെ എല്ലാ ഫെസിലിറ്റീസും ഇൻക്ലൂഡിങ് നല്ല ബ്ലഡ് ബാങ്ക്, അതുപോലെ തന്നെ ലേബർ റൂം ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ ഗുഡ് നിയോനറ്റൽ കെയർ, അത് നവജാത ശിശുവിന് വേണ്ട എല്ലാ കെയറും കൊടുക്കാനുള്ള എല്ലാ അഡ്വാൻസ്മെൻറ്റുള്ള കെയറുള്ള ഹോസ്പിറ്റൽസ്, അതുപോലെ തന്നെ എന്തെങ്കിലും പ്രഗ്നൻസി സമയത്ത് കോംപ്ലിക്കേഷൻ, ബ്ലീഡിംഗ് ഒക്കെ വരികയാണെങ്കിൽ അതിനെ ടാക്കിൾ ചെയ്യാനും അതിൻ്റെ എല്ലാ ഫെസിലിറ്റീസുള്ള ഒരു ഹോസ്പിറ്റൽ ആയിരിക്കും ഒരു ഫാൻസി ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിനെക്കാളും കൂടുതൽ പ്രിഫറബിൾ. അത് സെലക്ട് ചെയ്യുന്നത് വളരെയധികം ഇറ്റ് ഷുഡ് ബി എ വൈസ് ഡിസിഷൻ. അത് കഴിഞ്ഞ ശേഷം ഡോക്ടറെ പോയി കഴിഞ്ഞാൽ ഫോളിക് ആസിഡ് ടാബ്ലറ്റ്, ചിലപ്പോൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഫോളിക് ആസിഡ് പലരും എടുത്തു തുടങ്ങിയിട്ടുണ്ടാവും, അത് കണ്ടിന്യൂ ചെയ്യാണ് വേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടുതലായിട്ട് ഹൈഡ്രേറ്റഡ് ആവണം. ഇപ്പം വെള്ളം ധാരാളം കുടിക്കണം. അത് ഫ്രഷ് ജ്യൂസസ് ആവാം, അല്ലെങ്കിൽ വെജിറ്റബിൾ ജ്യൂസസ്, സൂപ്സ് ഒക്കെ ആയിട്ട് പ്രോപ്പറായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യണം. പിന്നെ കോൺസ്റ്റിപ്പേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട് ജ്യൂസസ് കുടിക്കാം. അതുപോലെ തന്നെ ഫൈബേഴ്സ് കണ്ടൻറ്റുള്ള കൂടുതൽ ഫുഡ്, സീരിയൽസ്, ഓട്സ് അങ്ങനത്തൊക്കെയുള്ള കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. ആഡിക്വേറ്റ് ആയിട്ടുള്ള സ്ലീപ്പും ഉറക്കം വേണം, റെസ്റ്റും ആവശ്യമാണ്.
പിന്നെ സമയമൊക്കെ കൂടുതൽ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ബുക്സ് വായിക്കുക, നല്ല മ്യൂസിക് കേൾക്കുക ഒക്കെ ഈ ഒരു സമയത്ത് നമ്മുടെ മൂഡ് സ്വിങ്സിനൊക്കെ സ്റ്റെബിലൈസ് ചെയ്യാൻ വളരെയധികം നല്ലതാണ്. ചെറിയ തോതിലുള്ള എക്സസൈസ് ഒക്കെ കണ്ടിന്യൂ ചെയ്യാൻ നല്ലതാണ്. ഫോർ എക്സാമ്പിൾ ഒരു ഹാഫ് ആൻ അവർ നടക്കുന്നത് ഈ ഒരു സമയത്ത് നല്ലതാണ്. അതുപോലെ തന്നെ ജങ്ക് ഫുഡ്സ് കഴിയുന്നതും ഒഴിവാക്കുക. പിന്നെ കഫിനേറ്റഡ് അല്ലെങ്കിൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, കോല, അതുപോലെ ചായ, കോഫി അതൊക്കെ കഴിയുന്നതും റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ സൂക്ഷിക്കേണ്ടത് കുട്ടികളുള്ള ഒരു ഗ്രൂപ്പിലേക്ക് കഴിയുന്നതും പോകാതിരിക്കുക. അവരിൽ നിന്ന് വരുന്ന ഇൻഫെക്ഷനൊക്കെ ഈ സമയത്ത് വളരുന്ന കുട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അംഗവൈകല്യങ്ങൾ വരെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് സ്വന്തമായിട്ട് മെഡിസിൻസ് ഒന്നും തനിയെ പ്രിസ്ക്രൈബ് എടുത്ത് അല്ലെങ്കിൽ ഓവർ ദ കൗണ്ടർ മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയി എന്തെങ്കിലും പ്രശ്നങ്ങൾ പോയി വാങ്ങിക്കാതിരിക്കുക. വെച്ചാൽ ആദ്യത്തെ 3 മാസം വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. കുട്ടികൾക്ക് ഈ മരുന്നുകൾ കൊണ്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. എന്തെങ്കിലും അസുഖങ്ങൾക്ക് നേരത്തെ മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രഗ്നൻസിയിൽ പറ്റാവുന്ന മെഡിസിനിലേക്ക് മോഡിഫൈ ചെയ്യേണ്ടതും വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ ഫസ്റ്റ് 4 വീക്സ് ഓഫ് പ്രഗ്നൻസി ഈ വരുന്ന ചേഞ്ചസ് നമ്മൾ കണ്ടു. അപ്പോൾ ഈ പ്രഗ്നൻസിയുടെ ജേണി അവിടെ വെച്ച് തുടങ്ങിയിരിക്കുകയാണ്. ലോങ് വേ ടു ഗോ. അത് പ്രോപ്പറായിട്ട് എൻജോയ് ചെയ്യാനും അത് വേണ്ട രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും ഉള്ള അവയർനെസ്സാണ് ഈ ഒരു സീരീസിൽ ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അടുത്ത 2nd മന്ത്, അതായത് 5 to 8 വീക്സ്, ആ ഒരു പീരീഡ്സിനെ കുറിച്ച് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.